ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊച്ചു കുട്ടികൾക്ക് പോലെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് ബ്രെഡ്. എന്നാൽ ബ്രെഡ് ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ബ്രെഡിനെ നമ്മൾ മലയാളികൾ സൂക്ഷിച്ചാണ് കഴിക്കുന്നത്. എന്നാൽ ഈ മൈദയെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഗോതമ്പ് ബ്രെഡ് നമ്മുടെ നാട്ടിൽ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ പലരും വിചാരിക്കുന്ന പോലെ മൈദ ബ്രെഡിനേക്കാൾ നല്ലതാണ് ഗോതമ്പ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. കാരണം മൈദ ബ്രെഡിനെ രുചികരമാക്കുന്നതിനേക്കാൾ പാടാണ് ഗോതമ്പ് ബ്രെഡിനെ അതുപോലെ രുചികരമാക്കാൻ. കൂടുതലായിട്ട് അതിനകത്ത് സോഡിയം ഉണ്ടാവും. കൂടുതൽ മധുരം ചേർത്താൽ മാത്രമേ ഗോതമ്പ് ബ്രെഡും നമുക്ക് രുചികരമായിട്ട് വരത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മൈദ ബ്രെഡ് ആണെങ്കിലും ഗോതമ്പ് ബ്രെഡ് ആണെങ്കിലും നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും, വണ്ണം വയ്ക്കും, ഷുഗർ കൂടും, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഈ ബ്രെഡിനെ കൂടുതൽ ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കാം? നമുക്കിത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല. കാരണം കൊച്ചുകുട്ടികൾക്കെല്ലാം അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് ഉണ്ടാക്കി നൽകാൻ പറ്റുന്ന ഭക്ഷണമാണ്. എങ്ങനെ ഹെൽത്തി ആക്കാനുള്ള രണ്ട് മാർഗങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ബ്രെഡ് നിങ്ങൾ വാങ്ങിയിട്ട് അതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം അതിനെടുത്ത് നിങ്ങളൊന്ന് ചൂടാക്കി പാകം ചെയ്യാനായിട്ട് നോക്കുക. അയ്യേ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി പോകത്തില്ലേ, കട്ടിയായി കഴിഞ്ഞാൽ അതിന് രുചി പോകത്തില്ലേ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. എന്നാൽ ആരോഗ്യകരമാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ചെയ്യുക. കാരണം ജേർണൽ ഓഫ് പ്രിവെന്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിക്കേഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പഠന റിപ്പോർട്ടിനകത്ത് നമ്മൾ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുന്ന ബ്രെഡിനകത്ത് ഏകദേശം 30% കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് ബ്രെഡിനെ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഈ കാർബോഹൈഡ്രേറ്റ്, അതായത് ബ്രെഡിനകത്തുള്ള മധുര ഘടകം അതിനകത്തുള്ള ഫൈബറുമായി അല്ലെങ്കിൽ അവയുടെ നാരുകളുമായി കൂടുതൽ ഒട്ടിപ്പിടിച്ച് അവയെ കൂടുതൽ ദൃഢമാക്കും. നമ്മൾ കഴിച്ചിരുന്നാലും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് ഷുഗർ ലെവൽ ഉയർത്തത്തില്ല. 30% രക്തത്തിൽ ഷുഗർ ലെവൽ ഉയരുന്നതിനെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ബ്രെഡ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു രീതിക്ക് നിങ്ങൾ വണ്ണമുള്ളവരോ പ്രമേഹ രോഗികളോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, എപ്പോൾ ബ്രെഡ് എടുത്താലും അതോടൊപ്പം നിങ്ങൾ മുറിച്ച സവാളയോ ഇലകളോ എന്തെങ്കിലും കൂടി ചേർത്തിട്ട് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. ബീൻസ് പാകം ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ കറി വയ്ക്കുന്ന തോരനൊക്കെ ഇല്ലേ, തോരനൊക്കെ ബ്രെഡിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇലക്കറികൾ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ ടൊമാറ്റോയും സവാളയും സാലഡ് വെള്ളരിക്കെങ്കിലും അരിഞ്ഞത് ഇതോടൊപ്പം ചേർക്കുക. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ബ്രെഡിനകത്ത് നമ്മൾ നാരുകൾ കൂടുതൽ ആഡ് ഓൺ ചെയ്യപ്പെടുകയും രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഷുഗറിന്റെ ലെവൽ, ഗ്ലൈസെമിക് ലോഡിനെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ ഒരു രീതിക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ബ്രെഡ് കഴിക്കാവുന്നതാണ്. ബ്രെഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.